Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ചപ്പാത്തിയാണ്. ജോവാർ മില്ലറ്റിന്റെ ഫ്ലോർ കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ജോവാർ മില്ലറ്റിന്റെ ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഫ്ലോർ ആയിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇത് ഏകദേശം കുഴച്ചിട്ടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് വീണ്ടും നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുളയാക്കി ഫ്ലോറിൽ കവർ ചെയ്ത്, ഞാനിപ്പോൾ എടുത്തത് ജവാർ ഫ്ലോർ തന്നെയാണ്. വീറ്റ് ഫ്ലോർ വേണമെങ്കിൽ എടുക്കാം. മെല്ലെ എടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കാം. ഈ ചപ്പാത്തി പലകയിൽ ഞാൻ കുറച്ച് ഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യം കൈ കൊണ്ടൊന്ന് ചെറുതായി പരത്തിയ ശേഷം ചപ്പാത്തി പരത്തുന്ന തടി കൊണ്ട് മെല്ലെ പരത്താം. ശ്രദ്ധിച്ച് പരത്തണം. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ ചപ്പാത്തിയിലും പരത്തും പോലെ തന്നെ കുറച്ച് ശ്രദ്ധിച്ച് സമയം എടുത്ത് പരത്തണമെന്നേ ഇല്ലൂ. ഇതിപ്പം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ എടുത്ത് ചൂടായ തവയിലേക്കിട്ട് ചുട്ടെടുക്കാം. ഇത് നല്ല ചൂടായി വരുമ്പം ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നെയ്യ് പുരട്ടാതെ വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. കുമ്മള വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും തിരിച്ചിടാം. ഒരു സ്പാച്ചില കൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും തിരിച്ചിടാം. ഇപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചുവിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിനി എടുത്ത് ഒരു കാസറോളിലേക്ക് ഇടാം. കാസറോളിലേക്ക് ഇട്ട് അടച്ചു വെച്ചാൽ കുറേ സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. മില്ലറ്റ് ചപ്പാത്തി ഞാൻ മഷ്റൂം മസാലേൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.